ഹലോ ഫ്രണ്ട്സ്, ഇൻഡൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ എന്തൊക്കെ സാധനമാണ് അതിന് വേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെ സാധനം വേണമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി മസാലകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീവ്സ്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് പൊട്ടറ്റോ വേണം, ക്യാരറ്റ് വേണം, ബീൻസ്, തക്കാളി, പച്ചമുളക് മൂന്നെണ്ണം വേണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 2 ഗ്ലാസ് അരിക്ക് ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു ചെറിയൊരു സവാള, ദെൻ ഒരു 3-4 വെളുത്തുള്ളി, ദെൻ ചെറിയൊരു പീസ് ഇഞ്ചി, ദെൻ ഒരു ബേ ലീവ്സ് ചെറുതെന്ന് പറയാൻ ഒരു 2 ലീവ്സ്, ദെൻ പൊട്ടറ്റോ, ഒരു പൊട്ടറ്റോ, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ, ദെൻ ഒരു ക്യാരറ്റ്, ഒരു 4-5 ബീൻസ്, ദെൻ ഒരു മീഡിയം തക്കാളി. ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ റൈസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ പുലാവിന് സോന മസൂരി റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പൊന്നി റൈസ് വെച്ച് നമ്മൾ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ഗ്രാമ്പു ഇട്ടു, പട്ട ഇട്ടു, ദെൻ ഏലക്ക ഇട്ടു, ബേ ലീവ്സ് ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് നമ്മൾ ഇരിക്കുന്നതാണ്. സവാള ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇട്ടാൽ മതിയോ. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള മതിയല്ലോ. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ ആദ്യം ഇത് സോട്ട് ചെയ്യണം. നന്നായിട്ട് ഇറക്കി കൊടുക്കണം. അത് ജസ്റ്റ് ഞാനൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ക്യാരറ്റ്, ബീൻസ് ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്യണം. ഈ സമയം കൊണ്ടേ നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കണം. നമ്മളൊരു ലിക്വിഡ് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആയിട്ടേ നമ്മൾ ഒരു 2-3
അല്ലി വെളുത്തുള്ളി, then ഒരു ചെറിയ പീസ് ഇഞ്ചി, then ഒരു 3 പച്ചമുളക്, then ഒരു പിടി മല്ലിയില ആൻഡ് ഒരു പിടി പുതിന ഇല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുലാവിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും ചേർക്കുമ്പോഴാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി തേങ്ങയും കൂടി ചേർക്കണേ. ഒരു പിടി തേങ്ങയും കൂടി ചേർക്കണേ. എന്നിട്ട് അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ജിഞ്ചർ, ദെൻ നമ്മുടെ മല്ലിയില, പുതിന ഇല, അതുകൂടാതെ ഒരു പിടി തേങ്ങ. ഇത്രയും ചേർത്ത് വേണം നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് റെഡിയാക്കാനായിട്ട്. ഇത് നമ്മൾ ഇപ്പോൾ അരച്ച മിശ്രിതമാണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഈ പുതിന മല്ലിയിലയുടെയൊക്കെ ഒരു കളർ, ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കുക. തക്കാളി അവസാനം ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിക്ക് അതിൽ ചേർന്നില്ല. ഇനി നമ്മുടെ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ജസ്റ്റ് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാല പൊടികളെല്ലാം ചേർക്കാം. അതായത് ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ മതിയാവും മൊത്തത്തിൽ. അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാല നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇതിപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ശരിക്കും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിത് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇതിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 1.5 ഗ്ലാസ് റൈസാണ്. അതിന് നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേണം. ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് വേവിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ആവശ്യത്തിന് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചേർത്തിരുന്നത് ഒന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പുലാവ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടയ്ക്കുക. കുക്കറിൻ്റെ ടോപ്പ് വെച്ച് അടച്ചതിന് ശേഷം
ഇരുന്ന് വേവട്ടെ. നമുക്ക് ഫസ്റ്റ് വിസിൽ വരണ്ട, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ പുലാവായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ എല്ലാം പറ്റി നമ്മുടെ പുലാവ് അത്യാവശ്യം വെള്ളമില്ലാതെ എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടൊരു പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് നമുക്ക് ഈ കുക്കറിന് ടോപ്പ് കൊടുക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇനി നമുക്കൊരു പാത്രം